തണുത്ത് പോകാൻ പെട്ടെന്ന് സാധ്യതയുള്ള റിസ്ക്കുള്ള ഒരു ഗ്രൂപ്പാണ്. കുഞ്ഞിൻ്റെ ഒരു നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 36.5 to 37.5 ഡിഗ്രിയാണ്. ഫസ്റ്റ് 6 months ആവശ്യത്തിനുള്ള എല്ലാ പോഷകങ്ങളും വെള്ളവും ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന് തന്നെ കിട്ടും. സംസാര ഭാഷയേക്കാൾ മുമ്പ് കുഞ്ഞ് മനസ്സിലാക്കുന്നത് സ്പർശന ഭാഷയാണെന്നാണ് പറയുക. കാലിൻ്റെ വളവ് 2 വയസ്സ് വരെ മുട്ടിൻ്റെ താഴത്തേക്കുള്ള വളവ് നോർമലാണ്. നിങ്ങൾ 5 മിനിറ്റ് 10 മിനിറ്റ് എന്ത് സർക്കസ് കളിച്ചാലും കൊച്ചിൻ്റെ ഷേപ്പിന് മാറ്റം വരാൻ പോകുന്നില്ല. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നിയോനാട്രോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ തോമസ് രഞ്ജിത്ത് സാറാണ്. നമസ്കാരം സർ. സർ, നവജാത ശിശുക്കളെ സംബന്ധിച്ച് എല്ലാ അമ്മമാർക്കും ഉള്ള സംശയമാണ് എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യേണ്ടതെന്നുള്ളത്. എസ്പെഷ്യലി വെയിറ്റ് കുറവുള്ള കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ പ്രീ മെച്യൂറായിട്ട് കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ ഈ കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്? ന്യൂ ബോൺ കെയറിൽ നമ്മൾ ബാക്കിയുള്ള ഏജ് വിട്ടിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ടെമ്പറേച്ചർ അവരുടെ കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ തണുത്ത് പോകാൻ പെട്ടെന്ന് സാധ്യതയുള്ള റിസ്ക്കുള്ള ഒരു ഗ്രൂപ്പാണ് ന്യൂ ബോൺ. അവരുടെ സ്കിന്ന് മെച്യൂർ ആകുന്നേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രീ ടേം കുട്ടികൾ അല്ലെങ്കിൽ തൂക്കം ആവശ്യത്തിന് ഇല്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അവരുടെ ബോഡി ടെമ്പറേച്ചർ പെട്ടെന്ന് കുറഞ്ഞു പോവുക. ചിലപ്പോൾ കുറച്ച് നേരം തുറന്നു വയ്ക്കുമ്പോഴേക്കും കയ്യും കാലൊക്കെ ബ്ലൂ കളർ ആവുന്നത് കാണാം. ചിലപ്പോൾ സ്കിന്നിൻ്റെ മുകളിൽ 8 വല പോലെയുള്ള ഡിസൈൻ പോലെ സ്കിന്നിൽ കാണാം. അതൊക്കെ കുഞ്ഞ് തണുത്ത് പോയി കഴിയുമ്പോൾ വരുന്ന ഫീച്ചേഴ്സാണ്. അപ്പോൾ തണുക്കുക എന്ന് പറയുമ്പോൾ കൊച്ചിന് അത് ഒരു ഇൻഡിപെൻഡൻറ്റ് റിസ്ക് ഫാക്ടറാണ് എല്ലാ കാര്യങ്ങൾക്കും. അത് കൂടാണ്ട് കൊച്ചിൻ്റെ വെയിറ്റ് ഗെയിനിനെയൊക്കെ തണുത്തിരിക്കുന്നത് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ കുഞ്ഞിൻ്റെ ഒരു നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 36.5 to 37.5 ഡിഗ്രിയാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ എൻവയറമെൻറ്റ് ഒരുക്കാൻ പറ്റുമോ അത് കുഞ്ഞിനെ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാനുള്ളത്. കുഞ്ഞിനെ എപ്പോഴും പൊതിഞ്ഞ് കിടത്തണം. AC ഫാനൊക്കെ നിങ്ങൾ ഡയറക്റ്റായിട്ട് അടിക്കാണ്ട് നോക്കണം. AC ഇടുകയാണെങ്കിൽ തന്നെ 25 to 28 ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. പ്രീടേമിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് കയ്യിലും കാലിലും മിറ്റൻസ് ഇടുക, സോക്സ് ഇടുക എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടി തുടക്കത്തിൽ കുറച്ച് വെയിറ്റ് ആകുന്നത് വരെ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ടെമ്പറേച്ചർ മെയിൻ്റനൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ഫീഡിങ് ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ബ്രസ്റ്റ് ഫീഡിങ് മാത്രം കൊടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എല്ലാ കുട്ടികൾക്കും ഫസ്റ്റ് 6 months ആവശ്യത്തിനുള്ള എല്ലാ പോഷകങ്ങളും വെള്ളവും ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന് തന്നെ കിട്ടും. വെള്ളം മാത്രം നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുന്നൊരു ടെൻഡൻസി ഉണ്ട്. അതെ, ചില ഗ്രാൻഡ് പാരൻസെങ്കിലും കുട്ടി ഡ്രൈ ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചുണ്ട ലിപ്സ് ഉണങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദാഹിക്കും എന്നൊക്കെ പറയും. ബ്രസ്റ്റ് മിൽക്കിൽ ഫീഡിങ്, കൊച്ചിൻ്റെ ഫീഡിങ് ശ്രദ്ധിച്ചിട്ടുള്ള അമ്മമാരാണെങ്കിൽ ആദ്യത്തെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അവർ ഭയങ്കര വിഗ്രസ് ആയിട്ട് സക്ക് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു 10 മിനിറ്റ് അവർ വളരെ സ്ലോ ആയിട്ട് ആസ്വദിച്ചിട്ടായിരിക്കും കുടിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗം ഒരു ദാഹത്തിന് വേണ്ടി കുടിക്കുന്നതും രണ്ടാമത്തെ ഭാഗം വിശപ്പിന് വേണ്ടി കുടിക്കുന്നതാണ്. അത് കുടിക്കുന്ന പാറ്റേണിൽ മാത്രമല്ല അമ്മമാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാലിനും ആ വ്യത്യാസമുണ്ട്. അത് ആദ്യം വരുന്നതിന് ഫോർ മിൽക്ക് എന്നാണ് പറയുക. അത് വളരെ കട്ടി കുറഞ്ഞ കൂടുതൽ വാട്ടർ കണ്ടൻറ്റുള്ള പാലാണ്. അപ്പോൾ അത് ദാഹത്തിന് വേണ്ടി കുടിക്കുന്നതാണ്. കുഞ്ഞിൻ്റെ ദാഹം അതിൽ കഴിഞ്ഞു. പിന്നെ അവർ കുടിക്കുന്നത് വിശപ്പിന് വേണ്ടിയിട്ടാണ്. അത് ആണ് അവർ സമാധാനമായിട്ട് ദാഹം മാറിക്കഴിഞ്ഞിട്ട് കുടിക്കുന്നത്. അതിന് നമ്മൾ ഹൈൻ മിൽക്ക് എന്ന് പറയുന്നത് കുറച്ചും കൂടി കട്ടി കൂടിയ പാലാണ്. ഈ 10 minutes എന്നൊക്കെ പറയുന്നത് തുടക്കത്തിലത്തെ ദിവസങ്ങളിലുള്ള പ്രായത്തിലാണ്. കുറച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് തന്നെ അവർ ഈ ഫോർ മിൽക്കും ഹൈൻ മിൽക്കും കുടിച്ച് തീർത്ത് അവർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് കിടന്നുറങ്ങും. അങ്ങനെ ഉറങ്ങുന്നൊരു കൊച്ചിന് അല്ലെങ്കിൽ സമാധാനമായിട്ട് കിടക്കുന്നൊരു കൊച്ചിനാണ് പിന്നെയും വെള്ളവും പിന്നെ വേറെ പൊടി കലക്കി കൊടുക്കാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണത്. അത് കുറച്ച് എനിക്ക് തോന്നുന്നത് ഒരു ജനറേഷൻ മുമ്പ് തുടങ്ങിയതാണ്. കാരണം ഒരു പീരീഡ് ഓഫ് കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് പ്രോസ്പെരിറ്റി വന്നൊരു സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വണ്ണം വെക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ആവശ്യത്തിന് പാലുണ്ടെങ്കിലും പൊടി കൊടുക്കുന്ന ടെൻഡൻസി. ഒരു ജനറേഷൻ മാറിക്കഴിഞ്ഞിട്ടും അന്നത്തെ ജനറേഷനിലെ ആൾക്കാർ ഇപ്പോൾ ഗ്രാൻഡ് പാരൻസ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് അങ്ങോട്ട് മാറിപ്പോകാൻ ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാത്ത കേസിൽ മെഡിക്കലി ഇൻഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ മരുന്ന് കൊടുക്കുന്ന പോലെ ചിലപ്പോൾ ഫോർമുല കൊടുക്കേണ്ടി വന്നേക്കും. ബട്ട് അല്ലാത്ത കേസിലൊക്കെ എപ്പോഴും കുഞ്ഞിന് ഏറ്റവും നല്ലത് ബ്രസ്റ്റ് മിൽക്ക് മാത്രം എന്നുള്ളതാണ്. അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് വന്നിട്ട് മറ്റേത് ഞങ്ങൾ 1 നേരെ കൊടുക്കുന്നുള്ളൂ, 2 നേരെ കൊടുക്കുന്നുള്ളൂ, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് മാത്രം തികയുന്നൊരു കൊച്ചാണെങ്കിൽ അത് മാത്രം കൊടുക്കുക. അത് തികയുന്നില്ല എന്ന് എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ, കൊച്ചിനെ എടുക്കുമ്പോൾ തൂക്കം തോന്നുന്നില്ല, കാണുമ്പോൾ വയറൊട്ടിയിരിക്കുന്നു, ഇതിലും തൂക്കം എനിക്ക് കിട്ടിയാൽ കൊള്ളാം, ഇതൊന്നും പൊടി തുടങ്ങാനുള്ള ഇൻഡിക്കേഷൻ അല്ല. പൊടി തുടങ്ങാനുള്ള ഇൻഡിക്കേഷൻ പാല് തികയുന്നില്ല, കുഞ്ഞിന് വെയിറ്റ് ആവശ്യത്തിന് കൂടുന്നില്ല. ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് ഗ്രാഫുകളുണ്ട്, അതിൽ നോക്കിയിട്ട് മെഡിക്കലി ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ മാത്രമേ ഫോർമുലയിലേക്ക് പോകാവൂ, ഇല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് മാത്രം എന്നുള്ളതാണ്.
അപ്പം നമ്മൾ ആദ്യം കുഞ്ഞിനെ പൊതിഞ്ഞ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാന്നാണ് പറഞ്ഞത്. പിന്നീട് അതിന് ശേഷം നമ്മൾ കുട്ടികൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള രീതിയിലുള്ള ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കുക. ഈ 2 രീതിയിലാണ് നമ്മൾ ശിശു സംരക്ഷണം പരിപൂർണമായിട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഈ പൊതുവേ ഉള്ളൊരു പ്രവണത കാണുന്നുണ്ട്. ഈ ചില കുഞ്ഞുങ്ങളെ ജനിക്കുമ്പോൾ അവർക്ക് മൂക്ക് കുറച്ച് ചപ്പിയിരിക്കുക, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ? ഈ ഗ്രാൻഡ് പാരൻസ് കുളിപ്പിക്കുന്ന സമയത്ത് ഓയിലൊക്കെ തേച്ച്, ചിലപ്പോൾ നിറം കുറവാണെങ്കിൽ കുട്ടികളെ പാൽപ്പാട വെച്ചിട്ട് കുളിപ്പിക്കുന്നതും, അല്ലെങ്കിൽ ഈ ഓയിലിട്ടിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ കാല് വളഞ്ഞാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു പരാമർശം. അപ്പോൾ ഇതിലൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് നമ്മൾ ഇത്രയും സ്ട്രെസ്സാക്കി ഓരോന്ന് ചെയ്യുമ്പോൾ, ഇത്രയും വളരെ ഹാർഷായിട്ടുള്ള രീതിയിൽ മസാജും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, നമ്മൾ പണ്ട് തൊട്ടേ ഇതൊക്കെ ചെയ്തു വരുന്ന കാര്യങ്ങളുമാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇത് ചെയ്യുന്നത് സത്യത്തിൽ നല്ലത് തന്നെയാണോ ഡോക്ടർ? മസാജിങ് വളരെ നല്ല കാര്യമാണ്. പക്ഷെ മസാജിങ് ചെയ്യുന്ന രീതിയാണ് പ്രശ്നം. അതായത് സംസാര ഭാഷയേക്കാൾ മുമ്പ് കുഞ്ഞ് മനസ്സിലാക്കുന്നത് സ്പർശന ഭാഷയാണെന്നാണ് പറയുക. അപ്പോൾ ടച്ച് അവർക്കൊരു ലവിങ് സെൻസേഷനാണ്. അവർ എത്ര കരച്ചിലും ബഹളമാണെങ്കിലും അവരുടെ ഏറ്റവും കംഫർട്ടിംഗ് ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് അമ്മ ചേർത്ത് പിടിക്കുമ്പോഴാണ്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ അങ്ങനെയുള്ളൊരു കുഞ്ഞിനെയാണ് നമ്മൾ മസാജ് ചെയ്ത് ഷേപ്പ് മാറ്റാൻ നോക്കുന്നത്. മസാജിങ് എന്ന് പറയുന്ന സംഭവം മസാജ് ചെയ്യുന്ന അമ്മ, കെയർ ടേക്കർ, അല്ലെങ്കിൽ അതിന് വരുന്ന ചേച്ചി അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ ആരാണെങ്കിലും അവർ എൻജോയ് ചെയ്യണം. കുഞ്ഞും ആ മസാജിങ് എൻജോയ് ചെയ്യണം. ഇപ്പം നമ്മൾ പുറത്തുള്ള വീഡിയോസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ ജെൻറ്റിലായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. അങ്ങനത്തെ മസാജിങ് നല്ലതാണ്. കൊച്ചിൻ്റെ ഡെവലപ്മെൻറ്റിന് അത് ഭയങ്കരധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഇൻഫാക്ട് നമ്മൾ പ്രീ ടേം ബേബീസിനൊക്കെ NICU വെച്ചിട്ട് തന്നെ നമ്മൾ മസാജിങ് സ്റ്റാർട്ട് ചെയ്യും അവരുടെ സ്റ്റിമുലേഷന് വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മസാജ് ചെയ്ത് ഷേപ്പ് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നോർമൽ ഡെലിവറി കഴിഞ്ഞ് വരുന്നൊരു കുഞ്ഞിൻ്റെ തല കുറച്ച് മുഴച്ചിരിക്കാറുണ്ട്. ഫേസിൻ്റെയും മൂക്ക് ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ പക്ഷിയുടെ കൊക്ക് പോലെ ഇരിക്കണം എന്നുള്ളൊരു സങ്കല്പമുണ്ട്. അതുപോലെ കാല് ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. ഇതൊക്കെ ജനിച്ച ഉടനെ ഒന്നും ഉണ്ടാവുന്നതല്ല. ഇനി അൾട്ടിമേറ്റ്ലി ഇത് ഉണ്ടാവുന്നത് അത് ജെനറ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണ്. അത് നമുക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് മാറ്റുന്നതിന് വളരെയധികം ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഈ തല ഉരുട്ടുന്ന ഒരു പരിപാടി കുളിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ തല ഉരുട്ടിയാലും ഉരുട്ടിയില്ലെങ്കിലും തലയുടെ ഒരു ഷേപ്പ് ഉണ്ട്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രഷർ വരുന്നതാണ് തലയുടെ ഷേപ്പ് കുറേയൊക്കെ തുടക്കത്തിലെ മാസങ്ങളിൽ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ചില കുട്ടികൾ തല നമ്മൾ നേരെ വയ്ക്കാൻ നോക്കും. അപ്പോൾ U ഷേപ്പിലുള്ള പില്ലോ ഉണ്ട്, മസ്റ്റാർഡ് പില്ലോ ഉണ്ട്, അങ്ങനെ പല സംഭവം വെച്ചിട്ട് തല സ്ട്രെയിറ്റ് ലൈനിൽ വയ്ക്കാൻ നോക്കും. പക്ഷേ കുഞ്ഞ് അതിൽ ചെരിഞ്ഞു പോകും. ആൾക്കാർ വീണ്ടും സ്ട്രെയിറ്റ് വയ്ക്കാൻ നോക്കും, ചെരിഞ്ഞു പോകും. അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും കുഞ്ഞിൻ്റെ ആ ഭാഗത്ത് ചെറിയൊരു ചെരിവ് ഫോം ചെയ്തിട്ടുണ്ടോ. പിന്നെ എങ്ങനെ വെച്ചാലും കുഞ്ഞിൻ്റെ തല അങ്ങോട്ടേ ചെരിയുള്ളൂ. അങ്ങനെ ഒരു മാസം കിടക്കുമ്പോഴേക്കും നമ്മൾ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് ചെത്തിക്കളഞ്ഞ പോലെ കുഞ്ഞിൻ്റെ തല ഇരിക്കുന്നത് കാണാം. അതിനാണ് പൊസിഷണൽ പ്ലേജിയോസെഫാലി എന്ന് പറയുന്നത്. അങ്ങനെ വന്ന ഒരു തല, അല്ലെങ്കിൽ ജനിക്കുമ്പോൾ ചെറിയൊരു മുഴയുള്ള ഒരു തല നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഇങ്ങനെ ഒഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരാൻ പോകുന്നില്ല. കാരണം ആ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ള 24 മണിക്കൂറിൽ മിക്കവാറും സമയം കുഞ്ഞ് ആ ഭാഗത്തേക്കാണ് തല വെച്ച് കിടക്കുന്നത്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് നമ്മൾ കിടത്തുമ്പോൾ ഒരു സമയത്ത് ഇടത്തേക്ക് വെച്ചിട്ട് കിടന്നുറങ്ങുന്നത് വെച്ചാൽ പിന്നത്തെ പ്രാവശ്യം വലത്തേക്ക് വെച്ച് ഉറക്കുക. തലയുടെ പൊസിഷൻ മാറ്റി മാറ്റി കൊടുക്കുക. പിന്നെ മൂക്കൊക്കെ കംപ്ലീറ്റ്ലി ജെനറ്റിക്കലി ഡിറ്റർമിൻഡ് ആയിട്ടുള്ള സംഭവമാണ്. അത് നമ്മൾ വലിച്ചിട്ട് മൂക്കിന് ഫ്രാക്ചർ വരുന്നത് കാണാറുണ്ട്. അതുപോലെ ആമ്പിള്ളേരാണെങ്കിൽ നെഞ്ച് വിരിക്കാൻ വേണ്ടിയിട്ട് കോളർ ബോൺ സ്ട്രെച്ച് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഈ എല്ല് ഭയങ്കര കോമൺ ആയിട്ട് പൊട്ടൽ വന്നിട്ട് വരുന്നതാണ്. കാലിൻ്റെ വളവ് 2 വയസ്സ് വരെ മുട്ടിൻ്റെ താഴത്തേക്കുള്ള വളവ് നോർമലാണ്. ഫിസിയോളജിക്കൽ ജനു വാരം എന്ന് പറയും. അതും ആൾക്കാർ വലിച്ചു നീട്ടാൻ നോക്കുന്നുണ്ട്. അവർ 2 വയസ്സ് വരെ ഇത് വലിച്ചു നീട്ടി കഴിയുമ്പോൾ അത് നേരെയാവുന്ന അവർ കാണുകയാണ്. അപ്പോൾ അവരുടെ വിചാരം ഇത് വലിച്ചു നീട്ടുന്നതുകൊണ്ടാണ് നേരെയാവുന്നത്. അല്ല, അത് ആ ഏജ് കഴിയുമ്പോൾ നോർമലി കറക്റ്റഡ് ആവുന്ന ഒരു ഫിനോമിനാണത്. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മൂക്കിന് ഷേപ്പ് മാറ്റണം, മൂക്കിൽ തുണിയൊക്കെ ഇടുന്ന ക്ലിപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മൂക്കിൻ്റെ ഷേപ്പ് മാറി വരും. അതല്ലാതെ നിങ്ങൾ ഒന്ന് മസാജ് ചെയ്തുകൊണ്ടോ ഇത് ചെയ്തുകൊണ്ടോ ഒന്നും വ്യത്യാസമില്ല. ഇപ്പോൾ ചില ആഫ്രിക്കൻ ട്രൈബ്സിൽ ഒരു കസ്റ്റമാണ് അവർ ജനിച്ചു കഴിയുമ്പോൾ തന്നെ കഴുത്തിൽ റിങ് ഇടാൻ തുടങ്ങും. അവരുടെ കഴുത്ത് കുറേ കഴിയുമ്പോഴേക്കും നീളം അത് 2 പ്രാവശ്യം ഒരു റിങ് ഇട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതിന് ആ നീളം വരാൻ പോകുന്നില്ല. അത് വളരെ കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുന്ന പ്രഷറിൽ വരുന്നതാണ്. ചൈനയിലൊരു കസ്റ്റം ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ അവരുടെ കാല് ടൈറ്റ് ആയിട്ടുള്ള ഷൂസിലിട്ട് വയ്ക്കും. കുഞ്ഞ് എത്ര വലുതായാലും ആ ഷൂസ് അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ആ കാൽപാദം ചെറുതായിരിക്കണം. അപ്പോൾ ആ കാൽപാദം ഒരിക്കലും വലുതാവില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് പ്രഷർ വരുന്നതുകൊണ്ടാണ്. അങ്ങനെയല്ലാതെ നിങ്ങൾ 5 മിനിറ്റ് 10 മിനിറ്റ് എന്ത് സർക്കസ് കളിച്ചാലും കൊച്ചിൻ്റെ ഷേപ്പിന് മാറ്റം വരാൻ പോകുന്നില്ല. അപ്പോൾ ഈ മസാജ് ചെയ്തിട്ടുള്ള അപകടങ്ങളോ പരിക്കുകളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളതാണ്. അപ്പോൾ അത് വളരെ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. നമ്മളതിൻ്റെ
ഇത് കാണുന്നുണ്ട്. അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് മസാജ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടല്ല, പണ്ടും ഇതുണ്ടായിരുന്നു. ഒരു പക്ഷേ കണ്ടുപിടിക്കാൻ വൈകിട്ടുണ്ടാവാം എന്ന് മാത്രം. ഇപ്പോൾ ഈ എല്ലൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും അത് ആളുടെ ഭാവിയെ അല്ലെങ്കിൽ ജീവിതത്തിനൊന്നും ബാധിക്കുന്നതല്ല. കാരണം ഇതൊരു റുഡിമെൻ്ററി ബോണായിട്ടാണ് പറയുക. അപ്പോൾ അത് ചിലപ്പോൾ ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇവിടെ ചെറിയൊരു മുഴ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരും. അത് എന്താ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ക്രാക്ക് വന്ന് അത് ഹീലായി കഴിയുമ്പോൾ അവിടെ ആ ബോൺ ടിഷ്യൂ മുളച്ച് ഇരിക്കുന്നതാണ്. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ കുട്ടികളുടെ എല്ല് പൊതുവെ ഈ പച്ചത്തണ്ട് വളയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പോലെയാണ്, ഫുള്ളായിട്ട് ഒടിഞ്ഞു പോവില്ല. ചെറുതായിട്ടൊരു ക്രാക്ക് പോലെ വരും, എന്നിട്ട് അത് അങ്ങനെ തന്നെ ഇരുന്ന് ഹീലാവും. അപ്പോൾ ആ ഹീലിംഗ് സ്ഥലത്ത് മാത്രം തടവുമ്പോൾ മാത്രം ചെറിയൊരു വ്യത്യാസം പോലെ കാണാൻ പറ്റും. അപ്പോൾ ചില സമയത്ത് കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നത് ഇങ്ങനെയൊരു ഫിസിയോളജി ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം, ഈ മസാജിങ് ഇത്രയും സിവിയർ ആയിട്ടുള്ള സംഭവം ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് മാത്രം പറയാൻ പറ്റില്ല, സൗത്ത് ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. ബാക്കിയുള്ള കൺട്രീസിലൊന്നുമില്ല. എന്നിട്ട് അൾട്ടിമേറ്റ്ലി അവരുടെ ഷേപ്പിനും നമ്മുടെ ഷേപ്പിനും തമ്മിൽ അങ്ങനെ കാര്യമായിട്ടുള്ള നമ്മൾ കംപ്ലീറ്റ് തച്ചുള്ളിവരുടെ പോലെ ഇരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പം അങ്ങനെ അത് ചെയ്തത് നല്ലതായിരുന്നെങ്കിൽ ഏറ്റവും നല്ല ബോഡി പ്രൊഫൈല് ഈ മസാജിൻ്റെ ഗുണം കൊണ്ട് നമുക്ക് ആവേണ്ടതായിരുന്നു. അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൽ എന്തോ ഒരു സംഭവം ഓഫാണെന്നുള്ളത് നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. വളരെ ജെന്റിലായിട്ടുള്ള മസാജ് കുട്ടികൾക്ക് ആവശ്യമാണ്. അത് വളരെ നല്ലതാണ്. അത് മര്യാദയ്ക്ക് ചെയ്യുക. അതിപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസ് അവൈലബിൾ ആണ്. അത് നോക്കി പഠിച്ച് അതിനനുസരിച്ച് അത് ചെയ്യുക. കൊച്ചും കൂടി എൻജോയ് ചെയ്യുന്ന പോലെയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യാം.